welcome to Triangles Lectures, India's #1 BTech education platform. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കീമിന്റെ PYQ ഡിസ്കഷൻ സീരീസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീമിന് മുന്നത്തെ ഇയേഴ്സിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്ന് നിങ്ങൾ ഈ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഓൾമോസ്റ്റ് കീമിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നല്ല രീതിയിലൊന്ന് നോക്കി പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് കീം എക്സാമിന് വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, അതുപോലെ തന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പോലെ അത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക് ചാർജ് ആൻഡ് പൊട്ടൻഷ്യലിൽ വരാറില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ വരാറില്ല. സ്റ്റിൽ നിങ്ങൾക്ക് ഒന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കുറച്ച് കൺസെപ്റ്റ്സും നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ PYQ ഡിസ്കഷൻ സീരീസ് ആണ്. ദെൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ കോമ്പിനേഷൻ ഓഫ് 2 ചാർജസ് 1 nanocoulomb and -1 nanocoulomb are separated by a distance of 1 micrometer. This constituted electric dipole is placed in an electric field of 1000 volt per meter at an angle of 45 degree. The torque and the potential energy on the electric dipole are. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ വരച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് പറയാം. ഫസ്റ്റ് പറയുന്നത് നമ്മൾ കയ്യിൽ 2 ചാർജസ് ഉണ്ട്. ഏതൊക്കെയാ ചാർജസ്? +1 നാനോകുളുംബും -1 നാനോകുളും എന്ന് പറഞ്ഞിട്ടുള്ള 2 ചാർജസ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 1 മൈക്രോമീറ്റർ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്, വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇതെന്താണ്? ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ്, നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇത് എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്? ദിസ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 1000 വോൾട്ട് പെർ മീറ്റർ. 1000 വോൾട്ട് പെർ മീറ്റർ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ 1000 വോൾട്ട് പെർ മീറ്റർ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? വിത്ത് ആൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി. ഓക്കെ, നമ്മളോട് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടോർക്ക് അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്തൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? മെഷർ ചെയ്യാനുള്ള ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യണം. ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യണം? ടോർക്ക് കൂടെ മെഷർ ചെയ്യണം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ ടോർക്കുമാണ് നമ്മളോട് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിഗർ വരയ്ക്കാം. അതായത് ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് E ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1000 വോൾട്ട് പെർ മീറ്റർ ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡൈപോൾ എങ്ങനെയാണ്? ഡൈപോളിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 2 ചാർജസ് ഉണ്ട്. ചാർജസിന്റെ വാല്യൂ എന്ന് പറയുന്നത് +1 നാനോകുളും ആൻഡ് -1 നാനോകുളും ആണ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ദാറ്റ് ഈസ് 1 മൈക്രോമീറ്റർ ആണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഇതിന്റെ സെപ്പറേഷൻ ആംഗിൾ എന്താണ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്താണ്? ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. നമുക്ക് എന്തൊക്കെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മൾ ടോർക്ക് ഫൈൻഡ് ചെയ്യണം, ഓൾസോ പൊട്ടൻഷ്യൽ എനർജി ഫൈൻഡ് ചെയ്യണം. ടോർക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾസോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിന്റെ PYQ ചെയ്ത സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ടോർക്കിന്റെ ഇക്വേഷൻ വരുന്നത്? ടോർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് P × E ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. എന്താണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ? ദാറ്റ് ഈസ്
യു ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പഠിക്കാം. എല്ലാവർക്കും ഇപ്പൊ ആൻസർ പറയാലോ. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓക്കെ, യുവിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓൾസോ നമുക്ക് യുടെ ഇക്വേഷൻ കിട്ടി, ഓൾസോ പിയുടെ ഇക്വേഷനും കിട്ടി, അല്ല ടോയുടെ ഇക്വേഷനും കിട്ടി. ഇനി ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഈ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് അല്ലേ? ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഡൈപോൾ മൊമെന്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പിയുടെ വാല്യൂ എന്താണ്? ഹിയർ ദ പി ഈസ് ക്യൂ എന്താണ്? ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻⁹ കുളം ആണ് അല്ലെ? എന്താണ് പറഞ്ഞത്? 1 നാനോ കുളുമ്പും -1 നാനോ കുളുമ്പും. അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദി ചാർജസ് എന്ന് പറയുന്നത് എന്താണ്? 10⁻⁹. ഇനി അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 1 മൈക്രോമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ ആണ്. ദെൻ നമുക്ക് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാം? പി വിൽ ബി ഈക്വൽ ടു 10⁻⁹ ഇൻറ്റു 10⁻�6, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻15 ആണ് കൂളം മീറ്റർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് ടോർക്ക് ഫൈൻഡ് ചെയ്യാലോ. ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന് പറയുമ്പോൾ പി ഇ സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ നമുക്കറിയാലോ. പിയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു 10⁻⁻15. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 1000 ആണ്. ഇനി സൈൻ തീറ്റയുടെ വാല്യൂ sin 45. ഇത് നമുക്ക് ചെയ്യാലോ. 10⁻⁻15 1000 നമുക്ക് 10 ക്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. ഇൻറ്റു sin 45 എന്താണ്? ദാറ്റ് ഈസ് √2. ദെൻ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 10⁻⁻12 ഇൻറ്റു 1/√2. നമുക്കറിയാലോ എങ്ങനെയാ അത് ചെയ്തേ. 10⁻⁻15 ഇൻറ്റു 10⁻. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയുന്ന കേസാണ് അല്ലേ? ഇത് എല്ലാവർക്കും അറിയുന്നതല്ലേ? അറിയുന്നില്ലെങ്കിൽ ആരെങ്കിലും ആലോചിച്ച് വെച്ചോട്ടാ. 10⁻⁻15 ഇൻറ്റു 10 ക്യൂബ് എങ്ങനെയാണ് 10⁻⁻12 ആയത്? എങ്ങനെയാടാ ഇതായേ? എങ്ങനെയായേ? ബിക്കോസ് ഫൈനൽ നമുക്കറിയാലോ x⁻a ഇൻറ്റു x⁻b ഉണ്ടെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു x⁻a പ്ലസ് b ആയിരിക്കും അല്ലേ? ഈക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് 10⁻⁻5 ഇൻറ്റു 10⁻3 ആണ്. അതെങ്ങനെയായിരിക്കും? 10⁻⁻15 പ്ലസ് 3 ആണ്. -15 പ്ലസ് 3 എന്ത് വരും? ദാറ്റ് ഈസ് 15-3 അല്ല, ഓക്കെ, 15-3 12 ആണ്. ഇവിടെ 15 ആണ് ഏറ്റവും വലിയ വാല്യൂ. അതിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ 10⁻⁻12 ഇങ്ങനെയാണ് ഇത് വന്നത്. അപ്പൊ ടോർക്കിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ടോർക്കിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. ദാറ്റ് ഈസ് 10⁻⁻12 ഇൻറ്റു 1/√t. ഇനി യു ഫൈൻഡ് ചെയ്യാലോ. യു എന്ന് പറയുന്നത് പി ഡോട്ട് ഇ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു PE മൈനസ് PE കോസ് തീറ്റ ആണ്. ഇനി നിങ്ങൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, യു ഈക്വൽ ടു മൈനസ് പിയുടെ വാല്യൂ എന്താണ്? നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. 10⁻⁻15 ആണ് ഇൻറ്റു 10 ക്യൂബ് ആണ് ഇൻറ്റു കോസ് തീറ്റയുടെ കോസ് 45 എന്താണ്? കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നത് അഗെയിൻ എന്താണ്? കോസ് 45 ഈസ് അഗെയിൻ എന്തെന്നെയാണ്? 1/√2 ആണ്. അതായത് സൈൻ 45ഉം കോസ് 45ന്റെ വാല്യൂ ഈക്വൽ അല്ലേ? അതെ, സൈൻ 45ഉം കോസ് 45ഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവിന്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 10⁻⁻12 ഇൻറ്റു 1/√2 തന്നെ ആയിരിക്കും അല്ലേ? അതായത് ടോയുടെ ഇക്വേഷനും അതേപോലെ തന്നെ മോഡ് ഓഫ് നമ്മളുടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഈക്വൽ ആണ്. ഇതെന്തോട്ടാ നമ്മളിങ്ങനെ എഴുതിയേ? സിമ്പിൾ അല്ലേ? അതെന്തുകൊണ്ടാ എഴുതിയേ? 10⁻⁻15 ഇൻറ്റു 10 ക്യൂബ് എന്ന് പറയുന്നത് അഗെയിൻ എന്താണ്? 10⁻⁻12 ആണ്. കോസ് 45 എന്താണ്? 1/√2 ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഞാനത് പിന്നെ എഴുതിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ആൻസർ കിട്ടി. ടോന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 10⁻⁻12 ഇൻറ്റു 1/√2 കൂളം മീറ്റർ ആണ്. സോറി, ന്യൂട്ടൺ മീറ്റർ ആണ്. √2
ന്യൂട്ടൺ മീറ്റർ. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താണ്? അഗെയിൻ 10⁻⁻12 ഇൻറ്റു √2 ജൂൾസ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഇൻ കേസ് നിങ്ങളോട് ഇക്വേഷനിൽ ഓക്കെ നമുക്ക് ഇതിൽ നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോയി നോക്കാം. ഓപ്ഷൻസിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 1/√2 ഇൻറ്റു 10⁻⁻12 ന്യൂട്ടൺ മീറ്റർ ആൻഡ് 1/√2 ഇൻറ്റു 10⁻⁻12 ജൂൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ. ബാക്കി അതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഇല്ല, ഇതൊക്കെ മാറ്റമുണ്ട്. 1/√3/2 ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊന്നുമല്ല ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് മൈനസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ -1/√2 ഇൻറ്റു 10⁻⁻12 ജൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതാണ് ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ മൈനസ് നെഗറ്റീവ് ആൻസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്തിട്ടാണ് ആൻസർ എഴുതിയത്. അപ്പം ഫൈനൽ ആൻസർ ഏതാണ്? ആൻസർ എ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു മിനിറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ദാറ്റ് ഈസ് P×E ആണ്, അല്ലെങ്കിൽ PE sin θ ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? എനർജി കാണാനുള്ള ഇക്വേഷൻ, അതായത് ഒരു ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൈപോളിന് അറ്റൈൻ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? -P.E ആണ്, അല്ലെങ്കിൽ U = -PE cos θ ആണ് അല്ലേ? ഇനി ഇവിടെ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ എന്താണ്? Q×L ആണ്. ദാറ്റ് ഈസ് +Q and -Q are separated by a distance L ആണെങ്കിൽ അവിടുത്തെ ഡൈപോൾ മൊമെന്റ് P എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ Q×L ആണ്. ഇതിൽ എല്ലാ ടേംസും അറിയാലോ. ടോ എന്ന് പറയുന്നത് എന്താണ്? ടോർക്ക് ആണ്. ഇനി U എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. E എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. അഗെയിൻ P എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ്. Q എന്ന് പറയുന്നത് ചാർജ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതെല്ലാവരും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An air capacitor and identical capacitor filled with dielectric medium of dielectric constant 5 are connected in series to a voltage source of 12 volt. The fall of potential across C1 and C2 are respectively 2 volt and 10 volt, 10 volt and 2 volt, 6 volt and 6 volt, 4 volt and 8 volt, 8 volt and 4 volt. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് എയർ മീഡിയം ആണ് ആ കപ്പാസിറ്ററിന്റെ മീഡിയം. രണ്ടാമത്തേതിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണുള്ളത്. ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 5 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓരോ കപ്പാസിറ്ററിന്റെയും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം, നോക്കിക്കോ. An air capacitor and identical capacitor filled with dielectric medium of dielectric constant 5. ഒരു എയർ കപ്പാസിറ്റർ ഉണ്ട്, ഒരു ഐഡന്റിക്കൽ കപ്പാസിറ്റർ ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. They are connected in series to a voltage source of 12 volt. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് 12 വോൾട്ടിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ഫിഗർ ആയിട്ട് എന്ത് ചെയ്യാം? ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ഫിഗർ ആയിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എയർ മീഡിയം ആയിട്ടുള്ള കപ്പാസിറ്റർ ആണ്. ഓക്കെ, എയർ മീഡിയം ആയിട്ടുള്ള കപ്പാസിറ്റർ. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ മീഡിയം എയർ ആണോ? അല്ല, അതിന്റെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണ്. പക്ഷെ ഇത് രണ്ടും ഐഡന്റിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണ്. അതായത് അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ
ഈ രണ്ട് കപ്പാസിറ്ററിന്റെയും ഏരിയ തിക്നെസ് അതൊക്കെ എന്തായിരിക്കും സെയിം ആയിരിക്കും. രണ്ടും ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ടേജ് സോഴ്സിന്റെ മെഷർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 വോൾട്ട്സ് ആണ് വോൾട്ടേജ് സോഴ്സിന്റെ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 12 വോൾട്ടേജ് സോഴ്സ് ആയിട്ടുള്ള 12 വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്ന രണ്ട് കപ്പാസിറ്റേഴ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എയർ മീഡിയം ആണ്. അതിന് കപ്പാസിറ്റൻസിന് ഞാൻ എന്ത് നിർത്തു, C1 നിർത്തു. രണ്ടാമത്തത് ഡൈഇലക്ട്രിക് മീഡിയം ആണ്. അതിനെ ഞാൻ C2 എന്നെടുത്തു. ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്. ഓക്കെ, ഡൈഇലക്ട്രിക് മീഡിയം ആയതുകൊണ്ട് അതിന് ഞാനൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇത് കൊടുക്കുന്നു. ഓക്കെ, ഒരു ഡൈഇലക്ട്രിക് മീഡിയം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൈഇലക്ട്രിക് മീഡിയം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് C1ന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അതെന്തിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. V1 നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓൾസോ C2 അക്രോസ് ആയിട്ടുള്ള C2ന്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്, അതിനെ നമുക്ക് V2 എന്ന് വിളിക്കാം. V2 നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാവുന്ന കേസാണ്. ഒരു സീരീസ് കണക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും, ഒരു സീരീസ് കണക്ഷനിൽ എന്തായിരിക്കും സെയിം, എന്തായിരിക്കും ഡിഫറെൻറ്റ്. അതിൽ സീരീസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് സെയിം ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിൻ്റെയും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ പാരലൽ കണക്ഷനിലേക്ക് പോയാലോ, പാരലൽ കണക്ഷൻ ആവുന്ന സമയത്ത് ഓരോ കപ്പാസിറ്ററിൻ്റെയും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ സീരീസ് കപ്പാസിറ്ററിൽ എന്താണ്, ക്യൂ എന്ന് പറയുന്നത് സെയിം ആണ്, എന്താണ്, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് ഇക്വലന്റ് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, V1 + V2 ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ പാരലൽ കണക്ഷനിലേക്ക് പോകുമ്പോഴോ ഞാൻ ജസ്റ്റ് അതും കൂടെ പറയാം. ഇൻ പാരലൽ കണക്ഷൻ ആണെങ്കിൽ പാരലൽ കണക്ഷൻ എന്ത് സെയിം ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും, ക്യൂ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ക്യൂയുടെ ഇക്വലന്റ് വാല്യൂ എന്ത് വരും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q1 + Q2 എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പാരലൽ കണക്ഷനിലേക്ക് നോക്കുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്ത് കണക്ഷനാണ്, ഒരു സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എന്ത് പറയാം, ഇൻ സീരീസ് കണക്ഷൻ, സീരീസ് കണക്ഷൻ ആക്ച്വൽ വോൾട്ടേജ് എന്താണ്, V is equal to എന്താണ്, V1 + V2 ആണെന്ന് നമുക്ക് അറിയാവുന്ന കേസാണ്. ഇനി നമുക്ക് ഇപ്പോൾ വോൾട്ടേജ് എടുക്കാലോ. V1ന്റെ വാല്യൂ എന്തായിരിക്കും, നമുക്കറിയാം, ഒരു കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതാണ് ചാർജ് ഡിവൈഡഡ് ബൈ ദ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ് ആണ്. ദെൻ V1 എന്തായിരിക്കും വരുന്നത്, ദെൻ വിയുടെ ഇക്വേഷൻ എന്തായിരിക്കും, ദാറ്റ് ഇസ് Q/C ആണ്. അങ്ങനെയാണെങ്കിൽ V1 എന്താണ്, Q/C1 ആണ്. V2 എന്തായിരിക്കും, V2 will be equal to Q/C2. അങ്ങനെയാണെങ്കിൽ V1 / V2 എന്ത് വരും, V1 / V2 will be equal to QC1 / QC2 അല്ലേ, Q/C2. സോ നമുക്ക് എങ്ങനെ എഴുതാം, V1 / V2 എന്ന് പറയുന്നത് എന്തായിരിക്കും, C2 / C1 ആണ്. എന്തിന്റെ കേസില്, ഒരു സീരീസ് കണക്ഷന്റെ കേസിലെ V1 / V2 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് C2 / C1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സീരീസ് കണക്ഷൻ, ഇത് ഓർത്തിരിക്കണം എല്ലാവരും. ഓക്കെ, V1 / V2 എന്ന് പറയുന്നത് C2 / C1 ആണ്. ഞാനിത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൽ ഓരോ പോയിന്റ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, V1 / V2 C2 / C1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, എയർ മീഡിയം ഉണ്ട്,
അതേപോലെ തന്നെ ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. കപ്പാസിറ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ε0A ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞിട്ട് കപ്പാസിറ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ആർക്കൊക്കെ അറിയാം, ഇത് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഓർമ്മയുണ്ടോന്ന്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. C = ε0A ഡിവൈഡഡ് ബൈ ഡി. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാല് C എന്ന് പറയുന്നത് Q/V ആണല്ലോ. അതെ, ഇനി Qന് നമുക്ക് എന്ത് എഴുതാം? ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. അതായത് ചാർജ് ഡെൻസിറ്റി എന്താണ്? ചാർജ് ഡെൻസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് Q/A ആയതുകൊണ്ട് തന്നെ നമുക്ക് Qനെ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു എ എന്ന് എഴുതാം. ഇനി V എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ E ഡിവൈഡഡ് ബൈ ഡി ആണ്. അവിടെ നിന്ന് ε0A. ഇനി E നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ Eന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു ഡി ആണ്. സിഗ്മ കട്ടായി പോവല്ലോ. ദെൻ ഫൈനൽ എന്ത് കിട്ടും? സിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് റെസിപ്രോക്കൽ ആണ്, അത് അല്ല ഇത് ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് ഇത് ന്യൂമറേറ്ററിലാണ്, അതുകൊണ്ട് എന്ത് വരും? റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ε0D ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഇത് ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്, ഈ ഒരു ഫൈനൽ ടേമിലേക്ക് എത്തുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. എന്താ ഞാൻ പറഞ്ഞത്? ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തത്? ഒരു കപ്പാസിറ്റൻസിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിച്ച ഈ ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് ചാർജ് സ്റ്റോർ ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരു എയർ മീഡിയം ആണെങ്കിൽ ആ എയർ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി, അതായത് ε0 ഇൻറ്റു ആ ഡൈഇലക്ട്രിക് ആ ഒരു കപ്പാസിറ്ററിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് നമ്മളുടെ അതിന്റെ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ കേസിലാണ്? എയർ മീഡിയത്തിനാണ് കേട്ടോ, എയർ മീഡിയം. ഇനി എയർ മീഡിയം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം ആണെങ്കിൽ അതെന്തായിരിക്കും? C' = എപ്സിലോണിന്റെ പകരം എന്ത് വരും? ε0യുടെ പകരം ε0A ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് മീഡിയമാണ്? ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഏതെങ്കിലും എനി മീഡിയം. ഓക്കെ, ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ കേസിലേക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. നമുക്ക് ഈ ε0ന്റെ ടേംസിലേക്ക് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ടേംസിലേക്ക് മാറ്റണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണല്ലോ. എന്തൊക്കെ നമുക്ക് അറിയുന്നത്? ദാറ്റ് ഈസ് നമ്മളുടെ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലെ അവിടുത്തെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് ഈക്വൽ ആണ്. ഇത് നമുക്കറിയാം. ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയത്തിന് എന്തായിരിക്കും? ആ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും ഈക്വൽ ആണ്. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി ടു ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റിനെ എങ്ങനെ എഴുതാം? ε0 R ഇൻറ്റു ε0 എന്ന് എഴുതാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലെ എപ്സിലോണിന്റെ വാല്യൂ എന്തായിരിക്കും? എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു ε R എന്ന് പറയുന്നത് K ആണ്. സോ K ഇൻറ്റു ε0 എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് another thing you have to remember always. ഓക്കെ, ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും രണ്ടും കൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? C എന്ന് പറയുന്നത് എന്തായിരുന്നു? ε0A ഡിവൈഡഡ് ബൈ ഡി. ഇത് എയർ മീഡിയത്തിന്റെ കേസ്. C' എന്ന് പറയുന്നത് ε0A ഡിവൈഡഡ് ബൈ ഡി ആണ്. എപ്സിലോണിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ε0 ഇൻറ്റു K ε0 ഇൻറ്റു ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, C1 C2 എന്നല്ലേ നമ്മൾ കൊടുത്ത? C' എന്നല്ലല്ലോ. C1 then C2. C2. ഇപ്പൊ നമ്മൾ നേരത്തെ എന്തോ ഒന്ന് ഫൈൻഡ് ചെയ്തായിരുന്നു. എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് V1 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് എന്തായിരുന്നു? C2 ഡിവൈഡഡ് ബൈ C1 ആയിരുന്നു അല്ലേ?
അപ്പൊ ഇവിടെ നോക്കിയേ C2ന്റെ വാല്യൂ കിട്ടി, C1ന്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ V1 ഡിവൈഡഡ് ബൈ V2 എന്തായിരിക്കും? C2ന്റെ വാല്യൂ എന്ന് പറയുന്നത് K എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D ആണ്. ഇതിന്റെ C1ന്റെ എന്താണ്? C1ന്റെ വാല്യൂ എന്താണ്? എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D ആണ്. ഓക്കെ, ദെൻ V1 ഡിവൈഡഡ് ബൈ V2 എന്താണ്? ദാറ്റ് ഇസ് K ആണ്. ഓക്കെ, V1 ഡിവൈഡഡ് ബൈ V2 K ആണ്. V1 ഡിവൈഡഡ് ബൈ V2 K ആണെങ്കിൽ Kയുടെ ഈ വാല്യൂ നമുക്കറിയാലോ. ദാറ്റ് ഇസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് K എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ K1 ഡിവൈഡഡ് ബൈ V2 5 ആണ്. ദെൻ V1നെ നമുക്ക് എങ്ങനെ എഴുതാം? V1നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 V2 എന്ന് എഴുതാം. അപ്പൊ നമുക്കിപ്പോ ഒരു V1ന്റെ വാല്യൂ കിട്ടി. നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? അതൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇവിടെ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് V1ഉം ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് V1ഉം ഇതിന് അക്രോസ് ആയി വരുന്ന വോൾട്ടേജ് V2 ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതേ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തത്. എന്തൊക്കെയാ നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് ആലോചിച്ചാൽ, നമ്മൾ ആദ്യം C1ന്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഇസ് എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D ആണ്. ഇനി ഡൈലക്ട്രിക് മീഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ C2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ A ഡിവൈഡഡ് ബൈ D ആയിരിക്കും. ഒരു ഡൈലക്ട്രിക് മീഡിയ ആയതുകൊണ്ട് തന്നെ ആ എപ്സിലോൺ നമുക്ക് എന്ത് എഴുതാം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ D എന്ന് എഴുതാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ നമുക്ക് എന്ത് എന്ന് എഴുതി? C2 ഈക്വൽ ടു K എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D2 എന്ന് എഴുതി. ഇനി നമുക്കറിയാവുന്ന കേസാണ്, ഒരു സീരീസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് ഈക്വൽ ആണ്? വോൾട്ടേജ് ഡിഫറെന്റ്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ട് കപ്പാസിറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിന്റെ സം ആയിരിക്കും ഇക്വലന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന്റെ അവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്താണ്? സെയിം ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? V1 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് C2 ഡിവൈഡഡ് ബൈ C1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അതായത് അല്ലെങ്കിൽ നമുക്ക് വേറെ കേസിൽ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഒരു സീരീസ് കണക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ V1 റേഷ്യോ V2 എന്ന് പറയുന്നത് എന്താണ്? 1/C1 റേഷ്യോ 1/C2 ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. രണ്ടും ഈക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഇസ് V1 എന്ന് പറയുന്നത് 5 V2 ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു കഴിഞ്ഞു. എവിടെ നിന്നാണ് നമ്മളിത് ഫൈൻഡ് ചെയ്തത്? V1 ഡിവൈഡഡ് ബൈ V2 ഇസ് ഈക്വൽ ടു C2 ഡിവൈഡഡ് ബൈ C1 നിന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത് അല്ലേ? ഇനി നമുക്കറിയാലോ ഇവിടുത്തെ ഇക്വാലന്റ് വോൾട്ടേജ് എന്താണ്? V1 പ്ലസ് V2 എന്താണ്? 12 വോൾട്ട് അല്ലേ? കാരണം എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്? 12 വോൾട്ടേജ് ആണ്. ആ ഒരു വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഫസ്റ്റത്തെ കപ്പാസിറ്ററിലേക്കും രണ്ടാമത്തെ കപ്പാസിറ്ററിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാമല്ലോ. V1ന്റെ വാല്യൂ ജസ്റ്റ് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. V1ന്റെ വാല്യൂ 5 V2 ആണ് പ്ലസ് V2 ഈസ് ഈക്വൽ ടു 12 വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ 6 V2 ഈസ് ഈക്വൽ ടു 12 വോൾട്ടേജ്. V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 2 വോൾട്ട് ആയിരിക്കും. V2 2 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ V1 എന്താണ്? V1 പ്ലസ് V2 ഈസ് ഈക്വൽ ടു 12 ആണ്. V2ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കിട്ടി 2 വോൾട്ടേജ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ V1 എന്തായിരിക്കും? V1 വിൽ ബി ഈക്വൽ ടു 12 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ടേജ്. കിട്ടിയല്ലോ? എല്ലാ ഇക്വേഷൻസും കിട്ടി, എല്ലാ വാല്യൂസും കിട്ടിയല്ലോ. V1ന്റെ വാല്യൂ എന്താ കിട്ടിയ? V1ന്റെ വാല്യൂ കിട്ടി. V1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 10 വോൾട്ട് എന്ന് കിട്ടി. V2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? V1 10ഉം ഫസ്റ്റത്തെ വോൾട്ടേജ് 10ഉം രണ്ടാമത്തെ വോൾട്ടേജ് 12ഉം. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളതിലുണ്ടോ? ഫസ്റ്റ് ഇത് നോക്കിയേ. ഇത് പറയുന്നത് ഫസ്റ്റത്തെ വോൾട്ടേജ് 2 രണ്ടാമത്തത് 10. അതാണോ നമുക്ക് കിട്ടിയത്? അതല്ല, ഫസ്റ്റത്തെ വോൾട്ടേജ് 10 രണ്ടാമത്തത് 2. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ നമ്പർ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ഞാൻ ആൻസർ ചെയ്യാൻ ഇത്ര പണിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഭയങ്കര കുറവാണ്. ഞാൻ നിങ്ങൾക്ക് ഓരോരോ പോർഷൻസ് ആയി ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിലേക്ക് പോയത്. ആൻസർ ബി ആണ്. ദാറ്റ് ഇസ് 10 വോൾട്ട് ആൻഡ് 2 വോൾട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ആൻസർ. നമ്മൾ ഇതിൽ എന്തൊക്കെയാ പഠിച്ചത്?
നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു? ഫസ്റ്റ് ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Q/V എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? ε0A ഡിവൈഡഡ് ബൈ D എന്ന് എഴുതാം. ഇത് എന്തിന്റെ കേസിലാണ്? എയർ മീഡിയത്തിന്റെ കേസിലാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇൻ കേസ് എയർ മീഡിയം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണെങ്കിൽ ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ കോൺസ്റ്റന്റ് ഇൻറ്റു ε0A ഡിവൈഡഡ് ബൈ D എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ കേസിൽ. ഓക്കെ, അത് രണ്ടും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ ആ സീരീസ് കണക്ഷന്റെ വോൾട്ടേജിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കലിന്റെ റേഷ്യോ ആയിരിക്കും. ഇതാണ് സീരീസ് കണക്ഷനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? കവർ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഓക്കെ. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ നോക്കട്ടോ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. V1 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് C2 ഡിവൈഡഡ് ബൈ C1 ആണ്. C1ന്റെ വാല്യൂവും കാണാം, C2ന്റെ വാല്യൂവും കാണാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? V1 ഡിവൈഡഡ് ബൈ V2 5 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ V1ന്റെ വാല്യൂ 5 V2 ആണെന്ന് കിട്ടും. പിന്നെ നമുക്ക് ഇക്വേഷനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ടോട്ടൽ വോൾട്ടേജ് 12 ആണെന്ന്. അപ്പൊ V1 പ്ലസ് V2 എന്താന്ന് കിട്ടി? 12 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ V1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 5 V2 പ്ലസ് V2 എന്താന്ന് കിട്ടി? 12 ആണെന്ന് കിട്ടി. അവിടുന്ന് 6 V2 ഈക്വൽ ടു 12 ആണെന്ന് കിട്ടി. V2ന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 2 വോൾട്ടേജ് എന്ന് കിട്ടി. V2ന്റെ വാല്യൂ 2 വോൾട്ടേജ് എന്ന് കിട്ടിയെങ്കിൽ V1 പ്ലസ് V2 നമുക്കറിയാലോ എന്താണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ V2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. ദാറ്റ് ഈസ് 2 വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ V1 നമുക്ക് എന്ത് കിട്ടും? 10 വോൾട്ടേജ് എന്ന് കിട്ടും. ഇത്ര ചെയ്യാനേ ഉള്ളൂ കണ്ടോ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഞാനത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്തതുകൊണ്ട് അത്ര എത്തിയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഇൻ ദ ഗിവൺ ഫിഗർ ഈസ് 1.5 മൈക്രോഫാരഡെ, 1 മൈക്രോഫാരഡെ, 3 മൈക്രോഫാരഡെ, 2 മൈക്രോഫാരഡെ, 2.5 മൈക്രോഫാരഡെ. ഇതാണ് ഫിഗർ. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഈ ഒരു 2 പോയിന്റ്സിന് അക്രോസ് ആയിട്ട് വരുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് അതായത് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്തതിന്റെയും പാരലൽ ആയി കണക്ട് ചെയ്തതിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എല്ലാ കപ്പാസിറ്റേഴ്സും എന്താണ് സീരീസ് ആയിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്? അല്ല, ഇതൊക്കെ സീരീസ് ആണ്. പക്ഷെ ഈ 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആണ്. അതായത് ഇതൊരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിലപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ ചെയ്തതുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് ഈ ഒരു ചാപ്റ്ററിന് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? ചെയ്തു നോക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക. ഇതിന്റെ സെയിം ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിന് നേരെ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ. ഇതിലും നമ്മൾ അപ്ലൈ ചെയ്തത് എന്ത് തന്നെയാണ്? സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനെയും ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫിഗേഴ്സ് തന്നിട്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ എങ്ങനെയാണ് റിസോൾവ് ചെയ്തെടുക്കാം, ഇതെങ്ങനെയാണ് ഫൈനൽ ഇതിന്റെ കപ്പാസിറ്റൻസ് കാണാൻ നോക്കാം. ഇപ്പൊ നമുക്ക് കാണാനുള്ളത് ഈ 2 പോയിന്റ്സിന് അക്രോസ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതൊന്നും കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഈ ഒരു കപ്പാസിറ്റൻസിന്റെ ഈ ഒരു ഫിഗർ റിസോൾവ് ചെയ്ത് വരേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ ഇവിടെ മുതൽ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്ത് തുടങ്ങണം. ദാറ്റ് ഇസ് നമുക്ക് ഈ ഒരു 2 പോയിന്റിനെ അക്രോസ് ആയിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് മോസ്റ്റ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ അറിയാലോ. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു 3 കപ്പാസിറ്റേഴ്സ് എന്താണ്? സീരീസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ 3ന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് കാണാം. ഇനി ഈ 3 കപ്പാസിറ്റേഴ്സ് ഈ ഒരു കപ്പാസിറ്ററിന് എന്താണ്? പാരലൽ ആണ് അല്ലെ. ഇനി അഗെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണ്. ഈ 3 കപ്പാസിറ്റേഴ്സ് ഈ കപ്പാസിറ്ററിന് പാരലൽ ആണ്. ഇത് 3ഉം എന്താണ്? സീരീസ് ആണ്. ഈ ഒരു കപ്പാസിറ്ററും ഇവിടെ നേരത്തെ ഉണ്ടായ ഇതും എന്താണ്? ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും പാരലൽ ആണ്. അങ്ങനെയാണ് ഈ ഒരു ഫിഗർ വരുന്നത്. നമുക്ക് ഓരോരോ പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്ത് പഠിച്ചു പോവാം. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്?
വരച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കട്ടെ, കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇത് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, നമ്മൾ ഫിഗർ വരുന്നത് ഇതിന് പാരലായിട്ട് വേറൊരു കപ്പാസിറ്റർ വരുന്നു, ഇവിടെ അതുപോലെ തന്നെ. ഇതാണ് ആ ഒരു ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഈ എക്കും ബിക്കും അക്രോസ് ആയിട്ട് വരുന്ന കപ്പാസിറ്റൻസ് ആണ് അല്ലേ. ഓക്കെ, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഓക്കെ, ഇതിന്റെ ഓരോ വാല്യൂസ് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇത് 3 മൈക്രോഫാരഡേ ആണ്, ഇത് 3 മൈക്രോഫാരഡേ ആണ്, അഗൈൻ ഇത് 3 മൈക്രോഫാരഡേ ആണ്, ഇതും 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്. ഓക്കെ, ഇനി ഈ വേർട്ടിക്കലായിട്ട് വന്നിട്ടുള്ളത് രണ്ടും എന്താണ്? അത് രണ്ടും മാത്രം വ്യത്യാസമുണ്ട്. ഇത് രണ്ടിൻ്റെ വാല്യൂ 2 മൈക്രോഫാരഡേ ആണ്. ഓക്കെ, ഇതാണ് ഫിഗർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ഓക്കെ ഇതിൽ നമുക്ക് ഓരോരോ ഫിഗറിനും ഓരോരോ കപ്പാസിറ്ററിനും വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. അതായത് ഞാൻ ഇതിനെ ഫസ്റ്റ് വണ്ണിനെ ഞാൻ എന്ത് വിളിച്ചു? ഇത് C1 ആണ്, ഇത് C2 ആണ്, ഇത് C3 ആണ്, ഇത് C4, C5, C6, C7, C8, C9 അങ്ങനെ 9 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഏതൊക്കെയാണ് സീരീസ് ആയിട്ട് വരുന്ന 3 കപ്പാസിറ്റേഴ്സ്. നമ്മൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുത്തെ രണ്ടിനെ അക്രോസ് ആയിട്ട് മെഷർ ചെയ്യാനുള്ളതുകൊണ്ട് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. അവിടുത്തെ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണല്ലോ. ഏതൊക്കെയാണ് സീരീസ് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ്? C1, C2 ആൻഡ് C3 ആർ C3 എന്താണ്? C3 ആർ ഇൻ സീരീസ് കണക്ഷൻ അല്ലെ. അത് മൂന്നും എന്ത് കണക്ഷനിലാണ്? സീരീസ് കണക്ഷനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരീസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു സീരീസ് കണക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സീരീസ് കണക്ഷനിൽ എന്ത് അവിടുത്തെ കപ്പാസിറ്ററിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെ വരും? ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെക്കാവേ. ഞാനിവിടെ ഒന്ന് എഴുതി വെക്കാം. ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അങ്ങനെ വരും. അതായത് എക്സെട്ര. ഇങ്ങനെ എത്ര കപ്പാസിറ്റൻസ് ഉണ്ടോ അത്രയും കപ്പാസിറ്റൻസ് എന്ന് വരും. ഇനി ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, സീരീസ് ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഇക്വലന്റ് എന്ന് പറയുന്നത് 1/C1 പ്ലസ് 1/C2 പ്ലസ് എക്സെട്ര. അങ്ങനെ എത്ര കപ്പാസിറ്റൻസ് ഉണ്ടോ അത്രയും. ഇത് സീരീസിന്റെ കേസിൽ. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതായിരിക്കും C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര അങ്ങനെ വരും. ഈ ഒരു കേസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അത് എന്തുകൊണ്ടാണ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് നോക്കുക. ഓക്കെ, അതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ ജസ്റ്റ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് സെയിം ആണ്. ഒരെണ്ണത്തിൽ നോക്കുന്ന സമയത്ത് വോൾട്ടേജ് സീരീസിലാണെങ്കിൽ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്, സ്റ്റോർ ചെയ്യുന്ന കറണ്ട് എന്താണ്? സെയിം ആണ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ പാരലലിലേക്ക് എടുക്കുന്ന സമയത്ത് വോൾട്ടേജ് സെയിം ആണ്. അതേപോലെ നമ്മളെ സ്റ്റോർ ചെയ്യുന്ന കറണ്ട് എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ സം ആണ്. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് എത്തിയത്. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വലന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C1, C2, C3ന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസിനെ ഞാൻ എന്തെടുക്കുന്നു? 1C1, C2, C3 എന്ന് എടുക്കുന്നു. ഇറ്റ് വിൽ ബി 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അല്ലേ വരിക? അതെ.
ഓക്കെ, അപ്പൊ എന്തായിരിക്കും 1 C1 എന്താണ് 3 ആണ്. ഇനി C2 എന്താണ് അഗെയിൻ 3 ആണ്. C3 എന്താണ് 3 ആണ്. ഫൈനൽ ആൻസർ എന്ത് വരും 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്താണ് എല്ലാത്തിനെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ എന്ത് വരും സോറി എല്ലാത്തിനെയും ന്യൂമറേറ്റർ സെയിം അല്ലേ. അപ്പൊ എന്ത് വരും 1 + 1 + 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഇസ് 3/3 ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈക്രോഫാരഡേ ആകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു 3 കപ്പാസിറ്ററിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടി. ദാറ്റ് ഇസ് 1 മൈക്രോഫാരഡേ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫിഗറിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. അതായത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റി വരച്ച് ചെയ്യാനൊന്നും ടൈം ഉണ്ടാകത്തില്ല. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ടോപ്പിക് ഓരോരോ പോർഷൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത്, അതായത് കീം എക്സാമിനൊന്നും ടൈം ഉണ്ടാവാത്തൊരു ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക് യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്തു പോവുക. അല്ലാതെ ഇപ്പോൾ ഓരോരോ ടേംസ് ആയിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ടൈം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടു. ഇതിൻ്റെ ഈ ഒരു 3 കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നില്ലേ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ 3ൻ്റെയും കൂടെ ഇക്വാലൻ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, കണക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ വരച്ച സെയിം സാധനം തന്നെ അതിനെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു 3 കപ്പാസിറ്ററിന് പകരം ഒരൊറ്റ കപ്പാസിറ്റർ ആയിട്ട് കണക്ട് ആക്കി. അതിൻ്റെ എന്തായിരുന്നു വാല്യൂ എന്ന് പറയുന്നത്, എന്തായിരുന്നു, അതിന് നമ്മൾ C123 എന്ന് വിളിച്ചു. C123 അതിന്റെ വാല്യൂ എന്തായിരുന്നു വന്നത്, ദാറ്റ് വാസ് 1 മൈക്രോഫാരഡേ ആണ് അല്ലെ, 1 മൈക്രോഫാരഡേ. ഇനി നോക്കിയേ, ഈ 1 മൈക്രോഫാരഡേയും ഈ 2 മൈക്രോഫാരഡേയും എങ്ങനെയാണ്, പാരലൽ കണക്ഷൻ അല്ലേ. ഇത് രണ്ടും പാരലൽ കണക്ഷനിലാണുള്ളത്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാലോ, ഇൻ പാരലൽ കണക്ഷൻ വി ക്യാൻ റൈറ്റ് ഇൻ പാരലൽ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും, C ഇക്വാലന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, C ഇക്വാലന്റ് എന്ന് പറയുന്നത് C1 + C2 + എക്സെട്ര അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടുത്തെ ഇക്വാലന്റിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, C123യുടെയും 4ൻ്റെയും ഇക്വാലന്റ് അല്ലേ നോക്കുന്നത്. സോ ഇറ്റ് വിൽ ബി എന്താ വന്നത്, C1234 എന്ന് പറയുമ്പോൾ C123 + C4 ആണ് വരിക. C123 എന്താണ് 1 മൈക്രോഫാരഡേ പ്ലസ് C4 എന്താണ് 2 മൈക്രോഫാരഡേ. ഫൈനൽ ആൻസർ ഈക്വൽ ടു 3 മൈക്രോഫാരഡേ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഇക്വാലന്റ് കണ്ടു. ആ ഇക്വാലന്റും ഇതും തമ്മിലുള്ള ഇക്വാലന്റ് കണ്ടു. ഇപ്പൊ നമുക്ക് എന്താ മാറ്റാം, ഈ 2 കപ്പാസിറ്ററിനെ റീപ്ലേസ് ചെയ്ത് അതിന്റെ ഒരു ഇക്വാലന്റ് ഒറ്റ കപ്പാസിറ്റർ ആക്കിയിട്ട് പുതിയൊരു ഫിഗർ എന്ത് ചെയ്യാം, മാറ്റി വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടെ നോക്കിക്കോ നിങ്ങൾ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെയും പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ മാറ്റാം. ഈ ഒരു ഫിഗർ മാറ്റിയിട്ട്, ഫിഗർ മാറ്റാന്നല്ല, ലൈക്ക് അതിന്റെ ഇക്വാലന്റ് സംഭവം ഒന്ന് മാറ്റിയിട്ട് ഞാൻ അതിനെ ഒറ്റ കപ്പാസിറ്റർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാണ്. ദാറ്റ് ഇസ് നമ്മൾ ഇപ്പൊ ഫൈൻഡ് ചെയ്ത ഏതായിരുന്നു ആ ഫിഗർ, ആ ഒരു ഇക്വാലന്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് C1234 ആയിരുന്നു. അതിന്റെ വാല്യൂ എന്താ വന്നത്, 3 മൈക്രോഫാരഡേ ആയിരുന്നു അല്ലേ. ഇനി നോക്കിയേ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പൊ എന്താണ്, ഈ 3 കപ്പാസിറ്റേഴ്സും സീരീസ് ആണ്. ഈ 3 കപ്പാസിറ്റേഴ്സ് സീരീസിന്റെ ഇതെന്തായിരിക്കും, ഇവിടെ എന്താണ്, ഇവിടെ ഏതൊക്കെയാണ്, ഒരു മിനിറ്റ്, നമ്മുടെ വാല്യൂസ് എന്തായിരുന്നു, ഇത് C4 ആയിരുന്നു, അതൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് C4, ഇത് C5, C6, C7, C8, C9, C7, C8, C9. ഓക്കെ, അഗെയിൻ നമ്മൾ ഇവിടെ വന്നത് C4 ആണ്. ഇത് C5, C6, C7, C8, C9. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏതൊക്കെയാണ് ഇവിടെ സീരീസ് വരുന്നത്. C5, C1234 ആൻഡ് C6 ആർ ഇൻ സീരീസ് കണക്ഷൻ. ഇവിടെ ഇത് 3 സീരീസ് അല്ലേ. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഏതൊക്കെയായിരുന്നു, ഇവിടെ C123യും അതേപോലെ തന്നെ C4 ആയിരുന്നു. ഓക്കെ, ഇത് 3 സീരീസ് കണക്ഷനിലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാലോ, ഇവിടെ എന്ത് വരും, ഇതിന്റെ ഇക്വാലന്റ് നമുക്ക് C1234 5 and 6 എന്ന് എടുക്കാം. കാരണം 1234ന്റെയും 56ന്റെയും ഇക്വാലന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് വിൽ ബി 1/C1234 +
5 പ്ലസ് C6 വരും അല്ലേ? അതിന് ഓരോ വാല്യൂസ് നോക്കിയാൽ C1 2 3 4 എന്താണ് 1/3 ആണ്. ഓക്കെ, C5 എന്താണ് 1/3 ആണ്. അതേപോലെ തന്നെ നമ്മുടെ C6 എന്താണ് 1/3 ആണ്. സോ ഫൈനൽ ആൻസർ എന്ത് വരും? 3/3 വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈക്രോ ഫാരഡേ എന്ന് വരും. അപ്പൊ അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ഈ ഒരു ഇത്രയും കപ്പാസിറ്ററിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഫിഗർ ഒന്ന് നോക്കിയാലോ? അടുത്ത ഫിഗർ എന്ന് വെച്ചാൽ മീൻസ് ഇതിനെ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? അത് മീൻസ് ആ ഒരു ഇക്വാലന്റ് കപ്പാസിറ്റർ അടുത്തൊരു ഇക്വാലന്റ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? ഓക്കെ, ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വെച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഇത്രയും പോർഷൻസ് നമുക്ക് ആവശ്യമില്ല. അതായത് ഓക്കെ, ഇതിലെല്ലാ ഈ ഒരു ഇത്രയും പോർഷന് നമ്മൾ മാറ്റിയിട്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ ഇക്വാലൻ്റ് എടുത്ത് കഴിഞ്ഞു. അത്രയും ഇക്വാലൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഇപ്പം നമ്മൾ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞത് ഏതാണ്? ലാസ്റ്റ് C1 2 3 4 5-ന്റെയും 6-ന്റെയും കൂടെ സം ആയിരുന്നു, അല്ലെങ്കിൽ ഇക്വാലന്റ് ആയിരുന്നു അല്ലേ? ഇപ്പൊ ഇനി നമ്മൾ അഗെയിൻ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇനി ബാക്കി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ C1 2 3 4 5 6ഉം അതേപോലെ തന്നെ C7ഉം എങ്ങനെയാണ്? R in പാരലൽ കണക്ഷൻ ആണ് അല്ലെ? അപ്പൊ അതിന്റെ സമ്മ് എന്ത് വരും? അതിന്റെ ഇക്വാലന്റിന് നമുക്ക് എങ്ങനെയെന്ന് എഴുതാം? അതിനെ നമുക്ക് C1 2 3 4 5 6 7 എന്ന് എഴുതാം. വിച്ച് വിൽ ബി ഈക്വൽ ടു C1 2 3 4 5 6 പ്ലസ് C7 എന്ന് വരും. ഇതിൻ്റെ എന്തായിരുന്നു വാല്യൂ? നമുക്ക് നേരത്തെ കിട്ടിയ എത്രയാണ്? 1 മൈക്രോ ഫാരഡേ അല്ലേ? സോ ഇത് 1 മൈക്രോ ഫാരഡേ, ഇത് 2 മൈക്രോ ഫാരഡേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇറ്റ് വിൽ ബി 1 മൈക്രോ ഫാരഡേ പ്ലസ് 2 മൈക്രോ ഫാരഡേ അഗെയിൻ 3 മൈക്രോ ഫാരഡേ കിട്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അടുത്തത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? അഗെയിൻ ഇത്രയും നമ്മൾ ചെയ്ത ആ ഒരു ഈ ഒരു ഇതിന്റെ ഇക്വാലന്റ് കിട്ടി. അതായത് ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഇക്വാലന്റ് മാത്രം വെച്ചിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് മാറ്റം വരും? ഈ ഒരു അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരൊറ്റ ഫിഗർ ആയിട്ട് ആദ്യം മാറ്റി. ആ ഒരൊറ്റ ഫിഗറിന്റെ വാല്യൂ എന്താണ്? കപ്പാസിറ്റൻസിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? C1 2 3 4 5 6 7 എന്ന് വിളിച്ചു അല്ലെ? അതിന്റെ വാല്യൂ എന്താ വന്നത്? ഇറ്റ് വാസ് 3 മൈക്രോ ഫാരഡേ ആയിരുന്നു. ഇനിയിപ്പോ എന്താണ്? ഈ 3 കപ്പാസിറ്റൻസ് എന്ത് കണക്ഷനിലാണ്? C8 C9 C1 2 3 4 5 6 7 എന്ത് കണക്ഷനിലാണ്? R in സീരീസ് കണക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്ത് വരും? ഇതിന്റെ ഇക്വാലന്റ് നമുക്ക് C1 2 3 4 5 6 7 8 9 എന്ന് വിളിക്കാവേ. ഓക്കെ, അത് വിൽ ബി 1/C8 പ്ലസ് 1/C9 പ്ലസ് 1/C1 2 3 1 2 3 4 5 6 7. Okay, it is equal to 1/3 plus 1/3 plus 1/3 ആണ്. which will be 3/3. it is equal to 1 മൈക്രോ ഫാരഡേ വന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫൈനലിലേക്ക് എത്തി. അപ്പൊ നമുക്ക് ഫൈനൽ മനസ്സിലായല്ലോ. ഇപ്പൊ നമുക്ക് ഫൈനൽ കിട്ടി. ദാറ്റ് ഇസ് അത് പിന്നെ നമ്മൾ ഇക്വാലന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഓക്കെ ലാസ്റ്റ് എ ബിയുടെ അക്രോസ് ഇപ്പൊ നമുക്ക് എന്താന്ന് കിട്ടി? എ ബിയുടെ അക്രോസ് വരുന്ന ആ ഒരു ടോട്ടലായിട്ട് വരുന്ന ആ ഒരു എന്തിൻ്റെ നമ്മൾ ഈ പറഞ്ഞ കപ്പാസിറ്ററിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ വാല്യൂ എന്താ വന്നത്? ദാറ്റ് ഈസ് C1 2 3 4 5 6 7 8 9 കൂടെ ഉണ്ട്. 8 9 കൂടെ വരും. അതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈക്രോ ഫാരഡേ ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. 1 മൈക്രോ ഫാരഡേ. അപ്പൊ എന്താണ്? ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്
അക്രോസ് എ ആൻഡ് ബി എന്താണ്? എ ആൻഡ് ബിന്റെ അക്രോസ് വരുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈക്രോഫാരഡി ആണ്. ദാറ്റ് ഇസ് സി 1 2 3 4 5 6 7 8 9 എന്ന് പറയുന്നത് 1 മൈക്രോഫാരഡി ആണ്. 1 മൈക്രോഫാരഡെ നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. ഓക്കെ, 1 മൈക്രോഫാരഡെ നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഉണ്ടോ? യെസ്, ഇതേ 1 മൈക്രോഫാരഡെ. ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് നോക്കട്ടാ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് ഈ ഒരു ടേം ആണ്. അതായത് സീരീസ് ആയിട്ട് വരുമ്പോഴും പാരലൽ ആയിട്ട് വരുമ്പോഴും എങ്ങനെയാണ് കണക്ഷൻസിന്റെ കപ്പാസിറ്റൻസിന് എഫക്റ്റീവ് കപ്പാസിറ്റൻസിന് വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസിന് വാല്യൂ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു 2 പോയിന്റ്സിനെ അക്രോസ് ആയിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് ടൈം എടുത്ത് ലൈക്ക് ഓരോരോ ഫിഗേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വരച്ചു തന്നിട്ടാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലൈക്ക് ഇങ്ങനെ ഓരോ ഫിഗേഴ്സ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ലോജിക്കലി ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. എക്സാമിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് 3 കൂടെ നോക്കുന്നു, ഇതിൻ്റെത് 1 മൈക്രോഫാരഡെ ആണെന്ന് കിട്ടുന്നു, ഇത് 2 കൂടെ നോക്കുമ്പോൾ ഇത് 3 മൈക്രോഫാരഡെ ആണെന്ന് കിട്ടുന്നു. എഗെയിൻ ബാക്കി സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ പിന്നെയും ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ 1 മൈക്രോഫാരഡെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 identical thin rings, each of radius 10 cm, carrying 10 coulomb and 5 coulomb are coaxially placed at a distance 10 cm apart. 10 cm apart. The work done in moving a charge Q from the center of the first ring to the second is. കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. എന്താ പറഞ്ഞത്? ഫിഗറിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ഇക്വാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള റിങ്സ് ഉണ്ട്. അതിൻ്റെ എന്താണ് ഒരു മിനിറ്റ്, റിങ് ആയതുകൊണ്ട് 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 റിങ്സ് ഉണ്ട്. ഈ 2 റിങ്സിൻ്റെയും ഓക്കെ 2 ഐഡൻറ്റിക്കൽ റിങ്സ് ഉണ്ട്. ഈ റിങ്സിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓക്കെ 2 ഐഡൻറ്റിക്കൽ റിങ്സ് ആണ്. ആ 2 ഐഡൻറ്റിക്കൽ റിങ്സിൻ്റെ റേഡിയസ് ഐഡൻറ്റിക്കലായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇപ്പം ഐഡൻറ്റിക്കൽ ആണ് അല്ലേ? ഓക്കെ, ഇതിൻ്റെ 2ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ഐഡൻറ്റിക്കൽ റിങ്സിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 2 ഐഡൻറ്റിക്കൽ റിങ്സ് അത് ആക്സിയലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിൻ്റെ 2ൻ്റെയും ആക്സിസ് വരുന്നത് ഒരേ 2ൻ്റെയും സെൻറ്റർ വരുന്നത് ഒരേ ആക്സിസിലാണ്. ഓക്കെ, അങ്ങനെയുള്ള 1 മിനിറ്റ്. ഓക്കെ, അതിൻ്റെ 2ൻ്റെയും സെൻറ്റർ വരുന്നത് ഒരേ പോർഷനിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഇങ്ങനെ 2 എന്താ ഞാൻ പറഞ്ഞത്? 2 റിങ്സ് അതിൻ്റെ ആക്സിസ് 2ൻ്റെ ആക്സിസ് വരുന്നത് സോറി 2ൻ്റെ സെൻറ്റർ വരുന്നത് ഒരേ ആക്സിസിലാണ്. അത് തമ്മിലുള്ള ആ 2 സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. 2ൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇതും 10 സെൻറ്റിമീറ്റർ ആണ്. എഗെയിൻ ഇതും 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്
ഫസ്റ്റ് റിങ്, അതായത് ഞാൻ ഫസ്റ്റ് റിങ്ങിന്റെ ചാർജിനെ ഞാൻ Q1 എന്ന് വിളിക്കുന്നു. ആ Q1ന്റെ ചാർജ് എന്ന് പറയുന്നത് 10 കൂളോം ആണ്. രണ്ടാമത്തതിന്റെ ചാർജിനെ ഞാൻ Q2 എന്ന് വിളിക്കുന്നു. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 5 കൂളോം ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നു ഇവിടെ നിന്ന് ഒരു Q എന്ന് പറയുന്ന ചാർജ് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് Q ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ആണ്. V2 NS V1 ആണ്. V1 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് V1നെ നമുക്ക് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഇനീഷ്യൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ വരിക? ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഒരു മിനിറ്റ്, V1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. V2 എന്ന് പറയുന്നതിനെ നമുക്ക് ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഏതൊരു പൊട്ടൻഷ്യൽ ആണെങ്കിലും അതിനെ നമ്മൾ V എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് 1/4πε0 പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്ന ആ ഒരു ചാർജ്, ദാറ്റ് ഈസ് നമ്മൾ Q എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ആറ്റ് പോയിന്റ്. ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4πε0 ആ ഒരു പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്ന ചാർജ് ഡിവൈഡഡ് ബൈ ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ഇക്വേഷൻ ടു ഫൈൻഡ് എന്ത്? വർക്ക്. അപ്പൊ ഇക്വേഷൻ ടു ഫൈൻഡ് വർക്ക് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്ത് പഠിച്ചല്ലോ. ഈ ക്വസ്റ്റ്യൻ പഠിച്ച ആൾക്ക് ഇനി എന്താണ് വർക്കിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യാൻ ചെയ്യേണ്ട വർക്കിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആരായാലും ഇനി പറയണം. ദാറ്റ് ഈസ് W is equal to Q into V2 minus V1. ഇനി നോക്കിയാ നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്താൽ മതി? നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഇക്വേഷനിൽ അതായത് നമ്മൾ ആൻസറിൽ Q എന്നുള്ള ടേംസിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ Q നമുക്ക് നോക്കണ്ട, നമ്മൾ V1ഉം V2ഉം ഫൈൻഡ് ചെയ്താൽ മതി. V1ന്റെ V2ന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ടേംസിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. ഓക്കെ, ദെൻ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ചാർജ് ഫസ്റ്റ് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആൻഡ് ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചാർജ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെയ്യേണ്ട വർക്കാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിലെ വർക്ക്, ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഞാൻ V1 എന്ന് എടുത്തു. ഈ ഒരു പോയിന്റിൽ ഏതൊക്കെ ചാർജസ് കാരണം പൊട്ടൻഷ്യൽ ഉണ്ടാകും? ഫസ്റ്റ് വൺ, ഈ ഒരു റിങ് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും അല്ലെ. ഇനി ഈ ഒരു ഇതിനൊരു 10 സെന്റിമീറ്റർ അപ്പാർട്ടായിട്ട് തന്നെ ഒരു ചാർജർ ആയിട്ടുള്ള വേറെ റിംഗ് ഉണ്ട്. ഈ റിംഗ് കാരണം ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ രണ്ട് റിങ്സ് കാരണം അവിടെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഈ ഒരു റിംഗ് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമുക്ക് എഴുതാം. ഈ ഒരു റിംഗ് കാരണം ഉണ്ട്, അപ്പൊ അതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വേണമല്ലോ. ആ ഒരു റിങ്ങും ഈ ഒരു പോർഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കണം. ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ. ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ ഒരു പോർഷനിലും ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ അല്ലേ? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും അവിടെ വരുന്നത്? അതായത് ഒരു പോർഷൻ 10 സെന്റിമീറ്റർ, ഒരു പോർഷൻ 10 സെന്റിമീറ്റർ. ഇത് ഒരു എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 10 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് വിൽ ബി ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 2 into 10 സ്ക്വയർ ആണ് ഇവിടെ വരിക. 2 into 10 സ്ക്വയർ നമുക്ക് എന്താ? √2 into 10 സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. ദാറ്റ് ഈസ് 10√2 എന്ന് വരും. അപ്പൊ ഈ ഒരു വാല്യൂ എന്തെന്ന് കിട്ടി? ദിസ് വാല്യൂ ഈസ് 10√2 ആണ് ഇവിടുത്തെ വാല്യൂ. അഗെയിൻ ഈ വാല്യൂ എന്താണ്? ഇതും 10√2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അത് നമ്മൾ ഫൈൻഡ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് 10√2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ബാക്കി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് V1 നമുക്ക് നോക്കാം. V1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് V1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഓഫ്
potential at center of first ring with charge Q1 equal to 10 കൂളം ചാർജിന് ഉള്ള ആ ഒരു ഇത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്ത് വരും? ദാറ്റ്സ് നമുക്ക് V1 എന്ന് വിളിക്കാം. V1 വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ചാർജ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ദാറ്റ് വിൽ ബി Q1 ഡിവൈഡഡ് ബൈ 1/4π epsilon 0 Q1 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും വരിക. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ കാരണം വരുമല്ലോ, ദാറ്റ് ഈസ് 1/4π epsilon 0 Q2 ഡിവൈഡഡ് ബൈ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്ത് പറഞ്ഞു? 10√2 എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ 10നെ ജസ്റ്റ് നമുക്ക് കാൽക്കുലേഷൻസ് ഒരു പെട്ടെന്ന് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്പേഴ്സിന്റെ ടേംസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഈ ജസ്റ്റ് ഈ ഒരു 10നെ ഞാൻ അതിന്റെ ആ റേഡിയസ് R എന്ന് എടുക്കുന്നു. നമുക്ക് അതിന് R-ന്റെ ടേംസിൽ എഴുതാം. ഓക്കെ, നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഓക്കെ, നിങ്ങൾ 10 വെച്ച് ചെയ്താലും ആൻസർ ഒക്കെ സെയിം ആയിട്ട് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൈനസ് പ്ലസ് ഒക്കെ മാറിപ്പോയിട്ട് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിന് 6 എന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ച് നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, 6 വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നി. അപ്പൊ 1/4π epsilon 0 Q2 ഡിവൈഡഡ് ബൈ R√2 എന്ന് എഴുതി. ജസ്റ്റ് ഞാൻ 10ന് 6 എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ എഴുതാലോ. V2 എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഓഫ് സെക്കൻഡ് റിംഗ് വിത്ത് ചാർജ് എന്താണ് അവിടുത്തെ? Q2 ഈസ് ഈക്വൽ ടു 5 കൂളം ആണ്. ഓക്കെ, ദെൻ അവിടുത്തെ V2ന്റെ വാല്യൂ എന്ത് വരും? ഫസ്റ്റ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗർ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കണോ? ഐ മീൻ ഇതിന് വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്ത് അപ്പുറത്തേക്ക് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, ബാക്കി വേണ്ട. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ, ആ ഒരു ജസ്റ്റ് ആ ഒരു ഫിഗർ തന്നെ കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ ഈ ഒരു ജസ്റ്റ് ആ ഒരു എന്താ പറഞ്ഞേ, ആ ഒരു 10 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ ഞാൻ ജസ്റ്റ് 6 എന്ന് കൺസിഡർ ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമാണ് ഞാൻ അവിടെ മാറ്റം വരുത്തിയത്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? V2 കാണുകയാണ്. V2 എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഓഫ് സെക്കൻഡ് റിംഗ് വിത്ത് Q2 ഈസ് ഈക്വൽ ടു അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്, സോറി 5 കൂളമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്. ഇത് കാരണം ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, ഇത് കാരണം ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. അവിടെ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫിഗർ പിന്നെയും മാറ്റി വരച്ച് തന്നത് കേട്ടോ. ഓക്കെ, ദെൻ V2 എന്ത് വരും? V2 will be equal to 1/4π epsilon 0 ഫസ്റ്റ് വൺ. അതിന്റെ ഫസ്റ്റ് ഈ ഒരു ചാർജ് കാരണം, അതായത് ഈ ഒരു റിംഗ് കാരണം ഇതിന്റെ സെന്ററിൽ ഉണ്ടാവുമല്ലോ ഒരു പൊട്ടൻഷ്യൽ. സോ ഇറ്റ് വിൽ ബി Q2 ഡിവൈഡഡ് ബൈ ആ ഒരു 10ന്റെ പകരം ഞാൻ ജസ്റ്റ് 6 എന്ന് എടുക്കുന്നു, പ്ലസ് 1/4π epsilon 0 again Q1 കാരണം ഉണ്ടാകും. ഇറ്റ് വിൽ ബി R√2. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ഫൈനലി നമുക്ക് W എന്തായിരുന്നു? അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് Q × V2 - V1 ആണ്. സോ നമ്മൾ എന്ത് കാണണം? V2 - V1 കാണണം. നമുക്ക് അതിലേക്ക് പോവാം. V2 - V1 ഫസ്റ്റ് കാണാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു V2ന്റെ വാല്യൂ എന്തായിരുന്നു? 1/4π epsilon 0 എന്തായിരുന്നു? Q2 ഡിവൈഡഡ് ബൈ R പ്ലസ് 1/4π epsilon 0 Q1 ഡിവൈഡഡ് ബൈ R√2 അല്ലേ? ഓക്കെ, മൈനസ്
എന്താണ് പിന്നെ രണ്ടാമത്തതിൽ വന്നത് v1 എന്ന് പറയുമ്പോൾ 1/4πε0 q1 ഡിവൈഡഡ് ബൈ r പ്ലസ് 1/4πε0 q2 ഡിവൈഡഡ് ബൈ r √2 ഇങ്ങനെയല്ല വന്നത്. ഓക്കെ 1/4πε0 എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് നമ്മൾ ആറും എല്ലാത്തിലും കോമൺ ആണ്. നമ്മളിപ്പോൾ അതിന് ഓക്കെ നമുക്ക് ആറിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആറ് അവിടെ നിൽക്കട്ടെ. നമ്മളപ്പോൾ ആറ് ജസ്റ്റ് ഓക്കെ ആറ് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകണ്ട, കാരണം ആറ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചില ടേംസിലൊക്കെ 1 ആയിരിക്കും വരുന്നത്. ഓക്കെ വേണമെങ്കിൽ നമുക്ക് ആറിന് കുഴപ്പമില്ല, ആറ് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ ആറിന് ഞാനിപ്പോൾ എടുക്കുന്നില്ല, 4π എടുക്കുന്നു. q2 ഡിവൈഡഡ് ബൈ r പ്ലസ് q1 ഡിവൈഡഡ് ബൈ r ഇങ്ങനെയായിരിക്കും വരിക, divided by r √2 okay minus q1 divided by r plus q2 divided by r √2 ഇങ്ങനെയല്ല വരിക. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക q1ന്റെയും q2ന്റെയും ടേംസിനെ ഒരുമിച്ച് എഴുതുന്നു. ദാറ്റ് ഈസ് q2 ഡിവൈഡഡ് ബൈ r പ്ലസ് q2 r പ്ലസ് അല്ല മൈനസ് q2 ഡിവൈഡഡ് ബൈ r √2നെ ഞാൻ ഒരുമിച്ച് എഴുതി. അതേപോലെ തന്നെ പ്ലസ് ഇട്ടു. q1ന്റെ ടേംസിനെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. q1 r √2 മൈനസ് q1 r എന്ന് എഴുതുന്നു. ഓക്കെ രണ്ടിനെ ഞാൻ ജസ്റ്റ് ഒരുമിച്ച് എഴുതുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടേമിനെ ജസ്റ്റ് ഇപ്പുറത്തേക്ക് എഴുതിയിട്ട് ജസ്റ്റ് രണ്ടിനെ ഒരേ ആറും r/√ഉം ഒരേ ഇതിൽ വരുന്ന രീതിയിൽ എഴുതാണ്. ദാറ്റ് ഈസ് നമുക്ക് മൈനസ് എന്തെന്ന് എഴുതാം, q1 ഡിവൈഡഡ് ബൈ r മൈനസ് q1 ഡിവൈഡഡ് ബൈ r √2. എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? ജസ്റ്റ് ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. നോക്കിയാ ഇവിടെ പ്ലസ് q1 ഡിവൈഡഡ് ബൈ r √2 ആണ്. അപ്പോൾ ആ പ്ലസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രാക്കറ്റിൽ ആ ഒരു മൈനസിനെ കോമൺ ആക്കി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ദെൻ എന്ത് വരും, 1/4πε0 r കോമൺ ആണല്ലോ, r എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് ഞാൻ r പുറത്തെടുത്തു. ഇനി നമ്മൾ എടുത്ത് നോക്കിയാൽ ഇതിൽ q2 കോമൺ ആണ്, ഡിവൈഡഡ് ബൈ q2 എടുത്താൽ അവിടെ നിന്ന് r പോന്നു q2 പോന്നു, ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അതുകൊണ്ട് q2നെ ഞാൻ എന്ത് ചെയ്യുന്നു കോമൺ ആക്കി പുറത്തെടുത്തു. q2 ഇൻറ്റു 1/r മൈനസ് 1/r അല്ല 1/r ഉണ്ടാവില്ല, 1 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, 1 മൈനസ് 1/√2 മൈനസ് q1നെ പുറത്തെടുത്തു. എഗൈൻ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, 1 ഡിവൈഡഡ് ബൈ 1/√2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നോക്കിയേ 1 മൈനസ് 1/√2 രണ്ട് ആ ഒരു ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് പോർഷനിലും ആ ഒരു പോർഷൻ കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം, v2 മൈനസ് v1. ഞാൻ ഈ ഒരു പോർഷനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ അപ്പൊ ഇത്രയായി. അങ്ങനെയാണെങ്കിൽ v2 മൈനസ് v1 നമുക്ക് ഇങ്ങനെ എഴുതാം, 1/4πε0 ആ ഒരു r q2 മൈനസ് q1നെ നമുക്ക് മറ്റേ പോർഷനെ നമുക്ക് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ q2 മൈനസ് q1 ഇൻറ്റു എന്തെന്ന് വരും, 1 മൈനസ് 1/√2 എന്ന് വരും അല്ലേ. ഇനി നോക്കിയേ 1/4πε0 rന്റെ വാല്യൂ എന്തായിരുന്നു, 10 ആയിരുന്നു അല്ലേ. ഇനി q2 മൈനസ് q1 എന്താണ്, q2 എന്താണ്, ദാറ്റ് ഈസ് 10 ആണ്. അതായത് ഫസ്റ്റ് രണ്ടാമത്തെ ഓക്കെ ഓക്കെ ഇറ്റ് വിൽ ബി ഓക്കെ ഇതിന്റെ വാല്യൂ എന്താ വന്നത്, q2യുടെ വാല്യൂ വന്നത് 5 മൈനസ് 10 ഇൻറ്റു ഇതെന്ത് വരും, √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ √2 എന്ന് വരും അല്ലേ. ഇറ്റ് വിൽ ബി എന്ത് വരും, നമുക്ക് 1/4πε0 ഇൻറ്റു 10ന്റെ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലോ, ഇൻറ്റു 10 ഇൻറ്റു 5 മൈനസ് 10 എന്താണ്, മൈനസ് 5 അല്ലേ. ഓക്കെ ബൈ √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ √2 എന്ന് വരും അല്ലേ. ഇനി നോക്കിയേ 5ഉം 10ഉം നമുക്ക് കട്ട് ചെയ്യാം, ഇവിടെ ഒരു 2 വരും. ഇറ്റ് വിൽ ബി 1/8πε0 എന്ത് വരും, √2 മൈനസ് 1/√2 എന്ന് വരും അല്ലേ.
ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ചെയ്ത് എന്തായിരുന്നു? നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഇതല്ല, നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് വർക്ക് ഡൺ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V2 മൈനസ് V1. V2 മൈനസ് V1ന്റെ വാല്യൂ കിട്ടിയല്ലോ. ദാറ്റ് ഇസ് Q ഡിവൈഡഡ് ബൈ V2 മൈനസ് V1 എന്താണ്? ബൈ 8πε0 ഇൻറ്റു V2 എന്താ? ഓക്കെ, ഇതെന്തായിരുന്നു? ഇതായിരുന്നു വാല്യൂ അല്ലെ? -8πε0. അപ്പോൾ -8πε0 എന്തായിരുന്നു വന്നത്? √2 - 1 ഡിവൈഡഡ് ബൈ √2 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം വർക്ക് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഓക്കെ, ഇതിൽ നോക്കിയേ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഈ ഒരു ഇക്വേഷന് ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് ഇക്വേഷനാണ്? ഈ ഒരു ഇക്വേഷനാണ് അല്ലേ? ബിക്കോസ് ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളുടെ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ മൈനസിനെ അകത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ 1 - √2 ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. √2 മൈനസ് ഇവിടെ ഇത് മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 1 - √2 ബൈ √2 ഉണ്ടെങ്കിൽ നമുക്കത് ഇക്വേറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഇത് എഴുതാം. ഓക്കെ, 8 ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8πε0 താഴെ വരണം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 4π വരുന്നുള്ളൂ. ഇതല്ല, ഇതല്ല, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലെന്താണ് പഠിച്ചത്? ഇതിൽ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യാനാണ്? ഒരു ഈ പറഞ്ഞ പോലെ വർക്കിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? Q ഇൻറ്റു V2 മൈനസ് V1 ആണ്. ഇതാണ് നമ്മൾ ഇതിൽ പഠിച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നത്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PYQൽ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസും കാര്യങ്ങളും ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടും, പിന്നെ ഇങ്ങനെ ഒരു കേസിൽ നിങ്ങൾക്ക് ലെങ്തി പ്രോബ്ലംസ് വന്നാൽ അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കാം മാക്സിമം ക്വസ്റ്റ്യൻസ് കേട്ടോ. ചിലതൊക്കെ ചിലപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് when two capacitors are connected in parallel, the resulting combination has a capacitance 10 microfarad. The capacitors when in connected in series result in capacitance of 0.5 microfarad. The respective values of individual capacitors are. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. First one പറയുന്നത് when two capacitors are connected in parallel, the resulting combination of a capacitance have 10 microfarad. രണ്ട് കപ്പാസിറ്റേഴ്സ്, ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? സീരീസ് ആയി കണക്ട് ചെയ്യുന്നു. പാരലൽ ആയി കണക്ട് ചെയ്യുന്നു. പാരലൽ ആയി കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താണ്? C1 + C2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈക്രോഫാരഡേ ആണ്. C1 + C2 എന്താ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ. ഓക്കെ, ഇനി സീരീസ് ആയി കണക്ട് ചെയ്യുന്നു. സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് CS എന്ന് കൊടുക്കാം. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1/C1 + 1/C2 ആണ്. അതിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 0.5 മൈക്രോഫാരഡേ ആണെന്ന് പറഞ്ഞു അല്ലെ? CS 0.5 മൈക്രോഫാരഡ്. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷനിൽ തന്നിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. ഇത്
പാരലായി കണക്ട് ചെയ്യുമ്പോൾ 10 മൈക്രോ ഫാരഡേ ആണ്. സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് 0.5 മൈക്രോ ഫാരഡേ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് C1ന്റെയും C2ന്റെയും വാല്യൂ ആണ്. നമുക്ക് കാണേണ്ടത് C1 എന്താണ്, അതേപോലെ തന്നെ C2 എന്താണ്. ഇത് നമ്മൾ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാന്നുള്ളതിലുപരി നമ്മൾക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻസ് ഇല്ലേ, ഈ ഒരു ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ C1ഉം C2ഉം ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം. നമ്മൾ യൂഷ്വലി നമ്മൾ ഫിസിക്സിലെ ഇക്വേഷൻസും കാര്യങ്ങളും അല്ല യൂസ് ചെയ്യുന്നത്, മാത്സിലെ പോലെ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, C1 + C2ന്റെ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 മൈക്രോ ഫാരഡേ ഉണ്ട്. പിന്നെ 1/C1 + 1/C2 നമ്മുടെ കയ്യിലുണ്ട്, ദാറ്റ് ഇസ് 1/0.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, C2 + C1 ഡിവൈഡഡ് ബൈ C1 C2. ഓക്കെ, ഇതെന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണുള്ളൂ കേട്ടോ. C1 C2 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 1/0.5 എന്ന് കിട്ടും. ദാറ്റ് ഇസ് C1 C2 ഡിവൈഡഡ് ബൈ C1 + C2 ഇസ് ഈക്വൽ ടു 0.5. ഓക്കെ, C1 C2ന്റെ വാല്യൂ ഇപ്പം എന്തായിരിക്കും, 0.5 ഇൻറ്റു C1 + C2. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, C1 + C2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ. C1 + C2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അത് എത്രയാണ്, 10 മൈക്രോ ഫാരഡേ ആണ്. അങ്ങനെയാണെങ്കിൽ C1 × C2 എന്ത് കിട്ടും, C1 × C2 ഈക്വൽ ടു 0.5 ഇൻറ്റു 10, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 മൈക്രോ ഫാരഡേ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഓക്കെ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്തൊക്കെ കിട്ടി, ഇപ്പൊ ഫസ്റ്റ് നമ്മളെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെ വാല്യൂസ് നമ്മളെ കയ്യിലുണ്ട്. ഫസ്റ്റ് നമുക്ക് C1 + C2 ഇസ് ഈക്വൽ ടു 10 മൈക്രോ ഫാരഡേ എന്നുണ്ട്. C1 × C2 ഇസ് ഈക്വൽ ടു 5 എന്നുണ്ട്. ഓക്കെ, ഓക്കെ, മൈക്രോ ഫാരഡേ സ്ക്വയർ. ഓക്കെ, യൂണിറ്റ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് C1ന്റെയും C2ന്റെയും വാല്യൂയിൽ എത്തിയാൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ട് ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്താൽ മാത്രം മതി. സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് C1 + C2 ഹോൾ സ്ക്വയർ എടുക്കാം. C1 + C2 ഹോൾ സ്ക്വയർ എന്താണ്, C1 സ്ക്വയർ + C2 സ്ക്വയർ + 2C1 C2 ആണ്. ഇതിൽ നോക്കിയേ, C1 + C2ന്റെ വാല്യൂ നമുക്കറിയാലോ. എന്താണ് C1 + C2ന്റെ വാല്യൂ, 10 ആണ്. 10 സ്ക്വയർ ഈക്വൽ ടു C1 സ്ക്വയറിന്റെ വാല്യൂ അറിയില്ല, C2 സ്ക്വയറിന്റെ വാല്യൂ അറിയില്ല, പോട്ടെ 2 ഇൻറ്റു C1 C2ന്റെ വാല്യൂ അറിയാം, ദാറ്റ് ഇസ് 5 ആണ് അല്ലേ. ഇനി 100 ഈക്വൽ ടു C1 സ്ക്വയർ + C2 സ്ക്വയർ + 10 ആണ്. അങ്ങനെയാണെങ്കിൽ C1 സ്ക്വയറിന്റെയും C2 സ്ക്വയറിന്റെയും വാല്യൂ എന്തായിരിക്കും, 10 100 - 10 വിച്ച് ഈസ് ഈക്വൽ ടു C1 സ്ക്വയർ + C2 സ്ക്വയർ എന്ത് കിട്ടി, 9 എന്ന് കിട്ടി. ഓക്കെ, സോറി 90 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടെ കിട്ടി നേരത്തേക്കായും. എന്തായിരുന്നു, ഫസ്റ്റ് C1 + C2 ഉണ്ട്, അതെന്ന് പറയുന്നത് 10 മൈക്രോ ഫാരഡേ ആണ്. C1 C2 ഉണ്ട്, അതിന്റെ വാല്യൂ 5 ആണ്. C1 സ്ക്വയർ + C2 സ്ക്വയർ ഉണ്ട്, അതിന്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് 90 ആണ്. ഓക്കെ, ഞാനിപ്പോ യൂണിറ്റ് ജസ്റ്റ് നമുക്ക് ഇതാ ചെയ്യാനാണല്ലോ. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ C1 - C2 സ്ക്വയർ അപ്പൊ എന്തായിരിക്കും, C1 - C2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം C1 സ്ക്വയർ + C2 സ്ക്വയർ - 2C1 C2 ആണ് അല്ലേ. C1 - C2ന്റെ വാല്യൂ നമുക്കറിയാലോ. C1 - C2ന്റെ വാല്യൂ അറിയാം, 2C1 C2ന്റെ വാല്യൂ അറിയാം. എന്തൊക്കെയാണ്, C1 - C2 എന്ന് പറയുന്നത് എത്രയാണ്, C1 സ്ക്വയർ + C2 സ്ക്വയർ എന്ന് പറയുന്നതിന് 90 ആണ് അല്ലേ. ദേ ഇവിടെ കണ്ടോ, 90 ആണ്. മൈനസ് 2 × C1 C2 എന്ന് പറയുന്നത് എന്താണ്, 2 × 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 90 - 80 ആണ്. സോറി 90 - 10 ആണ്, ഈക്വൽ ടു 80 ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നമുക്ക് C1 - C2 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു 80 മൈക്രോ ഫാരഡേ ആണ്. അങ്ങനെയാണെങ്കിൽ C1 - C2 എന്തായിരിക്കും, √80 മൈക്രോ ഫാരഡേ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, √18 നമുക്ക് എങ്ങനെ എഴുതാം, 16 × 5 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 4√5 മൈക്രോ ഫാരഡേ എന്ന് കിട്ടും. ഓക്കെ, ഇത് C1 - C2ന്റെ വാല്യൂ. ഇപ്പൊ നോക്കിയേ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി സിമ്പിൾ ആയിട്ട് എടുക്കാം. C1 + C2 ഇസ് ഈക്വൽ ടു 10 മൈക്രോ ഫാരഡേ. ഇനി C1 - C2 ഇസ് ഈക്വൽ ടു 4√5 മൈക്രോ ഫാരഡേ. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും,
നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ എത്താൻ പറ്റും. ഈ ഒരു രണ്ട് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, C2 കട്ടായി പോലോ. 2C1 = 10 + 4√5 മൈക്രോ ഫാരഡേ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ C1ന്റെ വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു C1 = 10 + 4√5 divided by 2 microfarad. That is C1 is equal to 5 plus 2√5 microfarad. ഇനി സെയിം ക്വസ്റ്റ്യൻ, സെയിം ആ ഒരു നേരത്തെ നമുക്ക് തന്ന ആ ഒരു രണ്ട് ഇക്വേഷൻസ്, അതായത് രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് C1 + C2 = 10, പിന്നെ C1 - C2 = എന്താ 4√5. ഓക്കെ, ഇതിന് രണ്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത് കഴിഞ്ഞാലോ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, C1 കട്ടായി പോലെ 2C2 = 10 - √5 മൈക്രോ ഫാരഡേ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ C2ന്റെ വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് √5 മൈക്രോ ഫാരഡേ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇക്വേഷൻസും കിട്ടിയല്ലോ. രണ്ട് ഇക്വേഷൻസും കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, C1ന്റെ വാല്യൂ എന്തായിരുന്നു, ദാറ്റ് ഈസ് 5 + 2√5 മൈക്രോ ഫാരഡേ ആൻഡ് C2ന്റെ വാല്യൂ 5 - 2√5 മൈക്രോ ഫാരഡേ. ഈ ഒരു ക്വസ്റ്റിന് എവിടെയെങ്കിലും, ഈ ഒരു ആൻസർ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലുണ്ടോ, യെസ്, 5 + √5 ആൻഡ് 5 - √5, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. N identical drops, each of capacitance C and charge to a potential V, coalesces to form a bigger drop. Then the ratio of energy stored in the big drop to that in each small drop. Okay, question മനസ്സിലായോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലെങ്തി ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് അത്ര പാടൊന്നും ഇല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ബിഗ്ഗർ ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഉണ്ട്. ആ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഫിയർ ആണ് അല്ലേ. ആ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സ്മോളർ നമ്പർ ഓഫ് സ്മോളർ ഡ്രോപ്സ് കാരണം, ഇപ്പൊ ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ, സ്മോളർ ഡ്രോപ്സ് കാരണം ഉണ്ടായ ഒരു ബിഗ്ഗർ ഡ്രോപ്പ് ആണ്. ഓക്കെ, സ്മോളർ ഡ്രോപ്സിന്റെ റേഡിയസ് ഞാൻ R എന്ന് എടുക്കുന്നു, ബിഗ്ഗർ ഡ്രോപ്പിന്റെ റേഡിയസ് ഞാൻ R എന്ന് എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്ഫിയർ ഉണ്ട്, അതായത് ഒരു ഡ്രോപ്പ് ഉണ്ട്, ഒരു ബിഗ് ഡ്രോപ്പ് ഉണ്ട്. ഈ ബിഗ് ഡ്രോപ്പ് ഫോം ചെയ്തത് ഒരുപാട് സ്മോളർ ഡ്രോപ്സ് കോലൈസ് ചെയ്തിട്ടാണ്, അതായത് ഒരുമിച്ച് കൂടിയിട്ടാണ് എന്തുണ്ടായത്, ഈ ഒരു ബിഗ്ഗർ ഡ്രോപ്പ് ഫോം ചെയ്തത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്മോളർ ഡ്രോപ്പിന്റെ എനർജിയും ബിഗ്ഗർ ഡ്രോപ്പിന്റെ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, എനർജി എന്ന് പറയുന്ന കേസിൽ ഇവിടെ നമുക്ക് എന്ത് ടേംസിലാണ് എനർജി തന്നിട്ടുള്ളത്, നമ്മൾ നോക്കിയേ, കപ്പാസിറ്റൻസും അതേപോലെ തന്നെ പൊട്ടൻഷ്യലും. കപ്പാസിറ്റൻസിനെയും പൊട്ടൻഷ്യലിനെയും എനർജിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരു കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്, 1/2 CV² എന്ന് പറയും. ഈ ഇക്വേഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇക്വേഷൻ ആർക്കെങ്കിലും ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. അപ്പോൾ ഓർമ്മയില്ലാത്തവർ ഓർത്തു വെക്കുക, ഒരു കപ്പാസിറ്റൻസും വോൾട്ടേജും തന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഈ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, 1/2 CV² ആയിരിക്കും എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ ഓരോ ടേംസും വെച്ചിട്ട്, അതായത് സിയും വിയും റിലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിഗ്ഗർ ഡ്രോപ്പിന്റെ എനർജിയും സ്മോളർ ഡ്രോപ്പിന്റെ എനർജിയും തമ്മിലുള്ള റിലേഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് സ്മോളർ ഡ്രോപ്പ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അല്ലെ, പൊട്ടൻഷ്യൽ ഓഫ് സ്മോളർ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയത്തിൽ തുടങ്ങാം. അതായത് ഇപ്പൊ നമ്മൾ നമുക്ക് ഈ ഒരു ടേമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആറിനെയും സ്മോൾ ആറിനെയും റിലേറ്റ് ചെയ്യണം. ആ ഒരു ആറിനെയും സ്മോൾ ആറിനെയും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വോളിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ സ്മോളർ വോളിയത്തിന് ഞാൻ വി എന്നെടുക്കുന്നു, വിച്ച് സ്മോൾ ഡ്രോപ്പ് വോളിയം ആണ്. അതെന്തായിരിക്കും,
സ്മോൾ ഡ്രോപ്പ് വോളിയം എന്തായിരിക്കും 4/3 പൈ r³ ആയിരിക്കും അല്ലെ. ഇനി ബിഗ്ഗർ വോളിയം എന്തായിരിക്കും? ഇതുണ്ടായത് എത്ര വാല്യൂസ് കാരണമാണ്? ബിഗ് ഡ്രോപ്പ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ബിഗ് ഡ്രോപ്പ് വോളിയം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു സ്മോൾ ഡ്രോപ്പ് വോളിയം ആണ് അല്ലെ. ഓക്കെ, ബിഗ് ഡ്രോപ്പ് വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? 4/3 പൈ, അതിന്റെ റേഡിയസ് എന്താണ്? r³ ആണ്. n ഇൻറ്റു സ്മോളർ, ഇതിന്റെ റേഡിയസ് എന്തായിരുന്നു? 4/3 പൈ സ്മോളർ r³ ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേംസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. 4/3 പൈ പോയി, പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? r³ വിച്ച് ഈസ് ഈക്വൽ ടു nr³ ആണ്. ഞാൻ ഇതിന്റെ എന്തെടുക്കുന്നു? രണ്ട് സൈഡിലും അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുന്നു. ദാറ്റ് ഇസ് r ഈക്വൽ ടു n raised to 1/3 r എന്ന് എടുക്കും. നമ്മൾ ഇത് ചെയ്യുന്നത് ബാക്കി ഇക്വേഷനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഇസ് r ഈക്വൽ ടു n raised to 1/3 r എന്ന്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? e ഈക്വൽ ടു 1/2 cv² ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് സിയും കാണണം വിയും കാണണം. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനർജിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഞാൻ കപ്പാസിറ്റൻസ് എടുക്കുന്നു. സ്മോൾ ആയിട്ടുള്ള, അതായത് ചെറിയ ആ ഒരു ഡ്രോപ്പിന്റെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? Q/V ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ Q/, പൊട്ടൻഷ്യൽ എന്തായിരിക്കും വരിക? ഒരു സ്ഫിയറിന്റെ കേസിൽ പൊട്ടൻഷ്യൽ എന്താണ്? 1/4πε0 അതിന്റെ ചാർജ് ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ് ആയിരിക്കും അല്ലെ. Q കട്ടായി പോലോ. 1/4πε0/r എന്താ? 1/4πε0 r എവിടെയാണ് വന്നിട്ടുള്ളത്? താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം 4πε0 r ആവും. അപ്പൊ ഫസ്റ്റിന്റെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ സ്മോളർ ഡ്രോപ്പിന്റെ കപ്പാസിറ്റൻസ് കിട്ടി. അപ്പൊ ഇനി ബിഗ്ഗർ ഡ്രോപ്പിന്റെ എന്തായിരിക്കും? കപ്പാസിറ്റൻസ് ഓഫ് ബിഗ് ഡ്രോപ്പ് എന്തായിരിക്കും? സ്മോൾ ഡ്രോപ്പിന്റെ 4πε0 സ്മോൾ r ആണെങ്കിൽ ബിഗിന്റെ എന്തായിരിക്കും? 4πε0 ക്യാപിറ്റൽ r ആയിരിക്കും. അതിനെ ഞാൻ C' എന്ന് വിളിക്കുന്നു. 4πε0 ക്യാപിറ്റൽ r. ഇനി ഈ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ നമുക്കറിയാലോ. 4πε0 നമ്മൾ ഈ ഒരു ഫൈൻഡ് ചെയ്ത ഈ ഒരു ഇക്വേഷൻ നമ്പർ ഈ ഒരു 1 എന്ന് നമുക്ക് എഴുതാം. ആ ഒരു 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു 1 ഇംപ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി n√2 ഡിവൈഡഡ് ബൈ സ്മോൾ r എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു n/√3 4πε0 r. ഇനി ഈ ഒരു പോർഷൻ നോക്കിയേ. ഈ ഒരു പോർഷൻ എന്താണ്? Cn ആണ് അല്ലേ. അപ്പൊ നമുക്ക് C' എങ്ങനെ എഴുതാം? C' ഈക്വൽ ടു n/√3 C എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് അനദർ ഇക്വേഷൻ. നമുക്ക് ഇപ്പൊ സിന്റെ വാല്യൂ കിട്ടി. അതായത് നമുക്ക് 1/2 cv² ആണ് കണ്ടത്. അതിൽ രണ്ടിന്റെയും സിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. സിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പൊ വിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, C ഈക്വൽ ടു Q/V ആണ്. അങ്ങനെയാണെങ്കിൽ V എന്താണ്? Q/C ആണ് അല്ലെ. അപ്പൊ നമുക്ക് സ്മോൾ ഡ്രോപ്പിന്റെ നോക്കുന്ന സമയത്ത് സ്മോൾ ഡ്രോപ്പ് പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു Q/C ആയിരിക്കും അല്ലെ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? Q/, ഇതിന്റെ C എന്തായിരുന്നു? 4πε0 r ആയിരുന്നു അല്ലെ. ഇനി ബിഗ് ഡ്രോപ്പിന്റെ നോക്കിയാലോ. അപ്പോ ബിഗ് ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ബിഗ് ഡ്രോപ്പ് പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു, അതിന് ഞാൻ V' എന്ന് വിളിക്കുന്നു. ഇറ്റ് വിൽ ബി, അതിന്റെ ചാർജിനെ ഞാൻ Q എന്ന് വിളിക്കുന്നു, ഡിവൈഡഡ് ബൈ അതിന്റെ കപ്പാസിറ്റൻസ് C'. ഓക്കെ, ഇനി ഇതിന്റെ ആ ഒരു ബിഗ്ഗർ ഡ്രോപ്പിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോരോ സ്മോളർ ഡ്രോപ്പിന്റെയും ചാർജ് സ്മോൾ Q ആണ്. അപ്പൊ ബിഗിന്റെ എന്തായിരിക്കും? n ഇൻറ്റു Q ഡിവൈഡഡ് ബൈ C' എന്ന് വരും അല്ലെ. ഇനി n ഇൻറ്റു Q, n ഡിവൈഡഡ് ബൈ Q. ഓക്കെ, n ഡിവൈഡഡ് ബൈ Q. C' നമുക്ക് എങ്ങനെ എഴുതാം? C' വാല്യൂ എന്തായിരുന്നു? ദാറ്റ് വാസ് 4/4πε0
എപ്സിലോൺ 0 n/3 സി അല്ലായിരുന്നോ, n/3 ആർ അല്ലായിരുന്നോ? ഓക്കെ, ദാറ്റ് ഇസ് നോക്കിയേ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇസ് ഈക്വൽ ടു n ഇൻറ്റു n-3 ഡിവൈഡഡ് ഇൻറ്റു q/4πε0 r എന്ന് കിട്ടും. ഈ ഒരു ടേം എന്താണ്? ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട വി അല്ലേ, അതായത് സ്മോളർ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും n ഇൻറ്റു n-√3 എന്താണ്? ദാറ്റ് ഇസ് n 2/3 ഇൻറ്റു വി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ വി ഡാഷ് എന്തെന്ന് കിട്ടി? n 2/3 ഇൻറ്റു വി എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എല്ലാ ടേംസും കിട്ടിയല്ലോ. അതായത് ഫസ്റ്റ് ടേം എന്തായിരുന്നു നമുക്ക് കണ്ടത്? E ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആയിരുന്നു അല്ലേ. ഇനി സ്മോളർ ഡ്രോപ്പിന്റെ സി ആയിരുന്നു, അതിന് സ്മോളർ ഡ്രോപ്പിന്റെ സി ആയിരുന്നു അല്ലേ. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം 4πε0 r ആണ്. ഇതിൻ്റെത് സി ഡാഷ് ആണ്, ദാറ്റ് ഇസ് 4πε0 n 1/3 r, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ n⁻⁴ സി എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ കണ്ടത് വി ആണ്. ദാറ്റ് വാസ് ഈക്വൽ ടു എന്തായിരുന്നു? ഫസ്റ്റിൻ്റെത് q ഡിവൈഡഡ് ബൈ 4πε0 r ആയിരുന്നു. വി ഡാഷ് എന്തായിരുന്നു? ഇതിൽ വന്നപ്പോൾ n⁻²3 q ഡിവൈഡഡ് ബൈ 4πε0 r ആണ്. ദാറ്റ് ഇസ് n⁻² ഇൻറ്റു വി എന്ന് എഴുതി ഞാൻ അതിന്, വി ഡാഷിന്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഇ ഡാഷ് എന്ന്, അതായത് ബിഗർ ഡ്രോപ്പിന്റെ എനർജി, ബിഗർ ഡ്രോപ്പ് എനർജി ദാറ്റ് ഈസ്, ഞാൻ അതിനെ ഇ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇറ്റ് വിൽ ബി 1/2 സി ഡാഷ് ആൻഡ് വി ഡാഷ് സ്ക്വയർ ആയിരിക്കും. 1/2 സി ഡാഷ് എന്താ കിട്ടിയേ? n 1/3 സി ഇൻറ്റു വി ഡാഷ് എന്താ കിട്ടിയേ? n 2/3 ഇൻറ്റു വി ആണ് അതിൻ്റെ ഹോൾ സ്ക്വയർ. ഇറ്റ് വിൽ ബി 1/2 n⁻⁴. ഇനി n⁻²3ന്റെ സ്ക്വയർ എന്ത് വരും? n⁻⁴ ഇൻറ്റു സി വി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇസ് n⁻⁴ പ്ലസ് n⁻⁴ ഇൻറ്റു n⁻⁴ എന്താണ്? n⁻⁵ ഇൻറ്റു 1/2 സി വി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു n⁻⁵ സ്മോളർ ഡ്രോപ്പിന്റെ എനർജി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇ ഡാഷ് ഡിവൈഡഡ് ബൈ ഇ എന്താണ്? ദാറ്റ് ഇസ് n⁻⁵ ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പൊ ഇ ഡാഷ് റേഷ്യോ ഇ എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു n⁻⁵ റേഷ്യോ 1 ആണ്. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്ത് വന്നു? ഇ ഡാഷ് ഇ ഈക്വൽ ടു n⁻⁵ റേഷ്യോ 1. ഇതേപോലത്തെ ഒരു ഇക്വേഷൻ, ഇതേപോലത്തെ ഒരു ആൻസർ എവിടെയെങ്കിലും ഇതിലുണ്ടോ? ഓക്കെ, ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ആൻസർ, ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു നമ്മളെ കീമിൽ പ്രീവിയസ് ഇയറിലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിൽ ലൈക്ക് എന്തെങ്കിലും തെറ്റിപ്പോയതോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ ആൻസർ അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇത് പ്രീവിയസ് ഇയറിലെ കുറച്ച് ലെങ്തി ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും എല്ലാവരും കാണാം. ഓക്കെ, ദെൻ താങ്ക് യു, സീ യു സൂൺ, ബൈ.